ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ചർച്ച ചെയ്യുന്നത് സെൽസ് ആൻഡ് ബാറ്ററീസിലെ 12ാമത്തെയും അവസാനത്തെയും ടോപ്പിക്കാണ്. സോളാർ സെല്ലിനെ പറ്റിയാണ്. ഇന്നത്തെ ടോപ്പിക്കിൻ്റെ പേര് സോളാർ സെല്ലാണ്. കുറച്ച് കാര്യങ്ങൾ ലെഡ് ആസിഡ് സെല്ലിൻ്റെ കുറച്ച് കാര്യങ്ങൾ കൂടി നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ട്. ടോപ്പിക്ക് സോളാർ സെൽസ് ആണ്. ഒബ്ജക്റ്റീവ്സ് നോക്കാം. അറ്റ് ദി എൻഡ് ഓഫ് ദിസ് ക്ലാസ് ട്രെയിനി ഷാൾ ബി ഏബിൾ ടു സ്റ്റേറ്റ് ദി ഗൈഡ് ലൈൻസ് ഫോർ കെയർ ആൻഡ് മെയിൻ്റനൻസ് ഓഫ് ലെഡ് ആസിഡ് ബാറ്ററി. ലെഡ് ആസിഡ് ബാറ്ററിൻ്റെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഇതിൻ്റെ മെയിൻ്റനൻസും കാര്യങ്ങളും നമ്മളൊന്ന് പറഞ്ഞു പോകും. സ്റ്റേറ്റ് അബൌട്ട് ദ സോളാർ സെൽ ഓർ ഫോട്ടോ വോൾട്ടേക് സെൽ. സോളാർ സെൽ എന്താണ്, അല്ലെങ്കിൽ അതിന് ഫോട്ടോ വോൾട്ടേക് സെൽ എന്നും പേര് പറയും. എന്താണെന്നുള്ളത് നമ്മൾ പറയുന്നുണ്ട്. അപ്പോൾ അതിന് എക്സ്പ്ലെയിൻ ദി ബേസിക് പ്രിൻസിപ്പിൾ, കൺസ്ട്രക്ഷൻ ആൻഡ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദി സോളാർ സെൽ. സോളാർ സെല്ലിൻ്റെ പ്രിൻസിപ്പിൾ, കൺസ്ട്രക്ഷൻ, ക്യാരക്ടറിസ്റ്റിക്സ്. പിന്നെ അവസാനമായിട്ട് കാൽക്കുലേറ്റ് ദ റിക്വയർഡ് സീരീസ് പാരലൽ ഗ്രൂപ്പ് ഓഫ് സോളാർ സെൽ ഫോർ ഗിവൺ പവർ റിക്വയർമെൻറ്റ്. നമുക്കൊരു പവർ ഇത്ര പവറിൽ ഉള്ളൊരു സോളാർ സെല്ല്, അത് സീരീസ് ആയിട്ടും പാരലായിട്ടും ഒരു ഗ്രൂപ്പ് നമുക്ക് ഉണ്ടാക്കണമെങ്കിൽ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം എന്നുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ ചർച്ച ചെയ്യുന്നത്. ഒന്നാമതായിട്ട് കെയർ ആൻഡ് മെയിൻ്റനൻസ് ഓഫ് ബാറ്ററി. ബാറ്ററീൻ്റെ കെയർ ആൻഡ് മെയിൻ്റനൻസ് ആണ്. ലെഡ് ആസിഡ് ബാറ്ററി നമ്മൾ ഓപ്പറേറ്റ് ചെയ്യുന്ന സമയത്ത് അത് എന്താണ് പ്രോപ്പറായിട്ട് ഫങ്ഷൻ ചെയ്യണമെങ്കിൽ അതാണ് ശരിയായ രീതിയിൽ നമ്മൾ പ്രവർത്തിപ്പിക്കണം. ഓപ്പറേറ്റ് ചെയ്യണത് ശരിയായ രീതിയിലായിരിക്കണം. ആ ശരിയായ രീതിയിൽ നമ്മൾ ഓപ്പറേറ്റ് ചെയ്യണമെങ്കിൽ ശരിക്കും റെഗുലർ മെയിൻ്റനൻസ്, ഇടയ്ക്കിടയ്ക്ക് റെഗുലർ മെയിൻ്റനൻസ് അത്യാവശ്യമാണ്. എന്നാലേ ബാറ്ററി കൂടുതൽ കാലം അതിൻ്റെ ലൈഫ് കൂടുതൽ നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ അതെന്തൊക്കെയാണ് നോക്കാം. ഒന്നാമതായിട്ട് ബാറ്ററി ഷുഡ് നോട്ട് ബി ഡിസ്ചാർജ്ഡ് ബിയോണ്ട് ദ മിനിമം വാല്യൂ ഓഫ് വോൾട്ടേജ്. ഒരിക്കലും മിനിമം വാല്യൂ വോൾട്ടേജിലേക്ക് ഡിസ്ചാർജ് ചെയ്യാൻ ബാറ്ററി അനുവദിക്കരുത്. എന്ന് പറഞ്ഞാൽ 2 വോൾട്ട് ആണെങ്കിൽ 1.75 വോൾട്ടൊന്നും ആവാൻ നമ്മൾ ഒരിക്കലും, 1.8 ആണ് ഡിസ്ചാർജ്. അതിലും കൂടുതൽ ഡിസ്ചാർജ് ആവാൻ നമ്മൾ ബാറ്ററി കൂടുതൽ ഡിസ്ചാർജ് ആവാൻ അനുവദിക്കാൻ പാടില്ല. പിന്നെ എന്താണ്, ബാറ്ററി ഷുഡ് നോട്ട് ബി കെപ്റ്റ് അണ്ടർ എ ഡിസ്ചാർജ് കണ്ടീഷൻ ഫോർ എ ലോങ് ടൈം. കുറേ കാലം ഡിസ്ചാർജ് കണ്ടീഷനിൽ നമ്മൾ ബാറ്ററി സൂക്ഷിക്കാൻ പാടില്ല. അതിൻ്റെ കാരണം നമ്മൾ മുമ്പേ പറഞ്ഞതാണ് അല്ലേ. കുറേ കാലം ഡിസ്ചാർജ് കണ്ടീഷനിൽ സൂക്ഷിച്ചാൽ എന്താ പ്രശ്നം അല്ലേ, ഹാർഡ് സൾഫേഷൻ എന്ന് പറഞ്ഞിട്ട് നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ തന്നെ ബാറ്ററി ഷുഡ് നെവർ ബി ചാർജ്ഡ് ആൻഡ് ഡിസ്ചാർജ്ഡ് അറ്റ് എ ഹൈ റേറ്റ് വിച്ച് വീക്കൻസ് ദ പ്ലേറ്റ് സ്ട്രക്ചർ. ഇതും നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞ കാര്യമാണ്. ബാറ്ററി ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, ഹൈ റേറ്റിൽ ചാർജ് ഡിസ്ചാർജ് ചെയ്യാൻ പാടില്ല എന്നുള്ളത്. അതിൻ്റെ കാരണം എന്താണ്, ബക്ലിംഗ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതാണ് ഇത് മാനുഫാക്ചറിൻ്റെ ഇൻസ്ട്രക്ഷനിൽ ഉണ്ടാവും എത്ര റേറ്റിലാണ് ചാർജ് ചെയ്യുക എന്നുള്ളതൊക്കെ. ഇതിൽ ഹൈ റേറ്റിൽ ചാർജ് ചെയ്യാനോ ഡിസ്ചാർജ് ചെയ്യാനോ അനുവദിക്കാൻ പാടില്ല. പിന്നെ ബാറ്ററി ഷുഡ് നോട്ട് ബി റീചാർജ്ഡ് ആസ് ഏർലി ആസ് പോസിബിൾ ആഫ്റ്റർ ഡിസ്ചാർജ്. ഡിസ്ചാർജ് ചെയ്ത് ഏറ്റവും അടുത്ത സമയത്ത് തന്നെ നമ്മൾ എന്ത് ചെയ്യുക, റീചാർജ് ചെയ്യുക. പിന്നെ ഡിസ്ചാർജ് ബാറ്ററി ഷുഡ് നെവർ ബി ടെസ്റ്റഡ് വിത്ത് എ ഹൈ റേറ്റ് ഡിസ്ചാർജ് ടെസ്റ്റ്. നമ്മൾ ഹൈ റേറ്റ് ഡിസ്ചാർജ് ടെസ്റ്റർ ബാറ്ററിൻ്റെ ഇൻറ്റേർണൽ കണ്ടീഷൻ അറിയാനും വേണ്ടി ടെസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞിരുന്നു. അതെന്താ, ഇത് ഡിസ്ചാർജ് ബാറ്ററിയിൽ ഒരിക്കലും ടെസ്റ്റ് ചെയ്യാൻ പാടില്ല. കാരണം എന്താണ്, അതൊരു ഷോർട്ട് സർക്യൂട്ട് മോഡൽ ആക്കിയിട്ട് പെട്ടെന്നാണ് നമ്മൾ ആക്കണം. അതൊരിക്കലും ഡിസ്ചാർജ് ബാറ്ററി ചെയ്താൽ പിന്നെ ഒരിക്കലും ആ ഡിസ്ചാർജ് ബാറ്ററിയിൽ ആ സെല്ല് നമുക്ക് ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിൽ അത് എന്താവും, വീക്കായി പോകും. അതുകൊണ്ട് ഡിസ്ചാർജ് ബാറ്ററിയിൽ ഒരിക്കലും ഹൈ റേറ്റ് ഡിസ്ചാർജ് ടെസ്റ്റർ ഉപയോഗിക്കാൻ പാടില്ല. അതുപോലെ തന്നെ ഹൈ റേറ്റ് ടെസ്റ്റർ യൂസ് ചെയ്യുന്നതിൽ ഒന്നുകിൽ എന്താണ്, ചാർജുള്ള ബാറ്ററിയിൽ മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. ഓൺലി ചാർജ്ഡ് ബാറ്ററീസ്. ചാർജായ ബാറ്ററിയിൽ മാത്രമേ ഹൈ റേറ്റ് ഡിസ്ചാർജ് ടെസ്റ്റർ ഉപയോഗിക്കാൻ പാടുള്ളൂ എന്ന് മാത്രമല്ല, എന്താണ്, വളരെ കുറഞ്ഞ സമയം, ഫോർ ലെസ് ദാൻ 10 സെക്കൻഡ്, 10 സെക്കൻഡിലും കുറഞ്ഞ സമയം മാത്രമേ ഈ ഹൈ റേറ്റ് ഡിസ്ചാർജ് ടെസ്റ്റർ നമ്മൾ സെല്ലുകൾക്കിടയിൽ, പോസിറ്റീവ് നെഗറ്റീവ് പ്ലേറ്റുകൾക്കിടയിൽ വെക്കാൻ പാടുള്ളൂ. അതിലും കൂടുതൽ വെച്ചാൽ എന്ത് ചെയ്യും, കൂടുതൽ പിന്നെ ഷോർട്ട് സർക്യൂട്ട് മോഡൽ വന്നിട്ട് എന്ത് ചെയ്യും, അത് ഫുള്ളായിട്ട് ഡിസ്ചാർജ് ചെയ്യാനുള്ള ഇടവരും. അതുകൊണ്ട് ഹൈ റേറ്റ് ഡിസ്ചാർജ് ടെസ്റ്റർ 10 സെക്കൻഡിലും
കൂടുതൽ പിന്നെ വെക്കാൻ പാടില്ല, അതിലും കുറവേ വെക്കാൻ പാടുള്ളൂ. അപ്പോൾ തന്നെ സ്പെസിഫിക് ഗ്രാവിറ്റി ഇടയ്ക്കിടയ്ക്ക് നമ്മൾ റെഗുലർലി ചെക്ക് ചെയ്തുകൊടുക്കണം. എന്നിട്ട് എന്ത് ചെയ്യണം, അത് കുറവാണെങ്കിൽ ബാറ്ററി ചാർജ് ചെയ്യണം. അതുപോലെ തന്നെ ബാറ്ററി ചാർജിങ് റൂം, വലിയ പിന്നെ കുറേ ബാറ്ററികളുണ്ടെങ്കിൽ ഒരു ചാർജിങ് റൂം എന്നുണ്ട്, ബാറ്ററി വെക്കാനായിട്ട് റൂം ഉണ്ടാവും. അത് എപ്പോഴും വെന്റിലേറ്റഡ് ആയിരിക്കണം, ശരിക്കും അതിലേക്ക് എയർ വരുന്ന രീതിയിലായിരിക്കണം. അതുപോലെ തന്നെ ഇവിടുന്ന് ഗ്യാസ് പുറത്തേക്ക് പോകാൻ വഴി ഒരു വെന്റിലേഷൻ ഉണ്ടായിരിക്കണം. ബാറ്ററി ചാർജിങ് റൂം ഷുഡ് ഓൾവേസ് ബി വെന്റിലേറ്റഡ് ഫോർ ദ ഗ്യാസസ് ടു എസ്കേപ്പ് ഓഫ് ഫ്രീലി. അതുപോലെ തന്നെ ദ ബാറ്ററി ടെർമിനൽ മസ്റ്റ് ബി ഫ്രീ ഫ്രം കൊറോഷൻ. ബാറ്ററിൻ്റെ ടെർമിനൽ നമ്മൾ എന്താണ് എപ്പോഴും കൊറോഷനിൽ നിന്നും, അല്ല കൊറോഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, തുരുമ്പ് വരുന്ന അരി അവിടെ ഇത് വന്നിട്ട് അത് ദ്രവിച്ച് പോകുന്നത് തടയുന്നതിന് നമ്മൾ എന്ത് ചെയ്യും, എപ്പോഴും ക്ലീൻ ആയിരിക്കണം ബാറ്ററിൻ്റെ ടെർമിനൽ. ബാറ്ററി ടെർമിനൽ മസ്റ്റ് ബി ക്ലീൻ ആൻഡ് പെട്രോളിയം ജെല്ലി ഷുഡ് ബി അപ്ലൈഡ് ഓഫ്. എന്താണ് പെട്രോളിയം ജെല്ലി? വാസലിൻ എന്ന് പറഞ്ഞിട്ടൊരു സാധനമില്ലേ, അതാണ് പെട്രോളിയം ജെല്ലി. അത് നമ്മൾ എന്ത് ചെയ്യണം, ഈ ബാറ്ററിൻ്റെ ടെർമിനലിൽ നമ്മൾ അപ്ലൈ ചെയ്തിട്ട് എന്ത് ചെയ്യണം, അപ്പോൾ അത് അപ്ലൈ ചെയ്താൽ കൊറോഷൻ വരില്ല. അപ്പോൾ അത് അപ്ലൈ ചെയ്തിട്ട് നമ്മൾ ക്ലീനാക്കി സൂക്ഷിച്ച് കൊണ്ടെടുക്കണം. അതുപോലെ തന്നെ ഇലക്ട്രോലൈറ്റ് ഒരിക്കലും എന്ത് ചെയ്യണം, ബാറ്ററിൻ്റെ പുറത്തേക്ക് സ്പില്ല് ചെയ്യാൻ പാടില്ല, അത് കൊറോഷന് കാരണമാവും. അങ്ങനെ എപ്പോഴും സ്പില്ല് ചെയ്താൽ അത് സോഡ വാട്ടറോ അല്ലെങ്കിൽ അമോണിയം വാട്ടറോ ഉപയോഗിച്ചിട്ട് ക്ലീൻ ആക്കണം. അതുപോലെ തന്നെ ബാറ്ററി നമ്മൾ ഉപയോഗിക്കുന്നില്ലാത്ത ബാറ്ററി കൂടുതൽ കാലം നമ്മൾ ബാറ്ററി ഉപയോഗിക്കാതെ കിടക്കുകയാണെങ്കിൽ അതെന്ത് ചെയ്യണം, നമ്മൾ ട്രിക്കിൾ ചാർജിൽ ഇടണം. ട്രിക്കിൾ ചാർജ് എന്താണെന്നുള്ളത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചതാണ്. കുറഞ്ഞ വളരെ 2 to 3% റേറ്റഡ് കറണ്ടിൽ നമ്മൾ കുറേ സമയം എന്നാൽ അങ്ങനെ കുറേ കാലം വെറുതെ ഇടുകയാണെങ്കിൽ അവിടെ ട്രിക്കിൾ ചാർജ് ചെയ്യണം. പിന്നെ ചാർജ് ചെയ്യുന്ന സമയത്ത് വെൻറ്റ് പ്ലഗ് ഊരി വെക്കുക. എന്തിനാണെന്ന് ചോദിച്ചാൽ ഗ്യാസ് പുറത്തേക്ക് പോകാനുള്ള സൗകര്യത്തിനാണ്. അതുപോലെ തന്നെ അവയുടെ ഓവർ ചാർജിങ് ആൻഡ് ഡിസ്ചാർജിങ് അറ്റ് ഹൈ റേറ്റ്. നമ്മൾ നേരത്തെ പറഞ്ഞു, ഹൈ റേറ്റ് ഓവർ ചാർജിങ്ങോ അല്ലെങ്കിൽ ഡിസ്ചാർജിങ്ങോ ഉണ്ടാവാൻ പാടില്ല. അത് എന്തിനു കാരണമാവും, പ്ലേറ്റ് ടു ബി ബെൻഡ് ഫ്രം ദെയർ പൊസിഷൻ ആൻഡ് ബക്കിൾ. അല്ലേ, ബെൻഡ് ചെയ്യണതിനാണ് ബക്കിൾ എന്ന് പറയുക, ബെൻഡ് ആവാനുള്ള സാധ്യതയുണ്ട്. ഇത്രയാണ് നമ്മൾ കെയർ ആൻഡ് മെയിൻ്റനൻസ് ഉള്ളത്. ഇത് സൂക്ഷിച്ച് ലെഡ് ആസിഡ് ബാറ്ററി കൈകാര്യം ചെയ്യണം. ഇനി നമ്മൾ ചർച്ച ചെയ്യുന്നത് സോളാർ സെല്ലാണ്, അല്ലെങ്കിൽ ഫോട്ടോ വോൾട്ടേക് സെല്ല് എന്നതിന് പേര് പറയും. എന്താണെന്ന് നോക്കാം. എ സോളാർ സെൽ ഓർ ഫോട്ടോ വോൾട്ടേക് സെൽ ഈസ് ആൻ ഇലക്ട്രിക്കൽ ഡിവൈസ് വിച്ച് കൺവേർട്സ് ദി ലൈറ്റ് എനർജി ഇൻ ടു ഇലക്ട്രിക്കൽ എനർജി ബൈ ദി ഫോട്ടോ വോൾട്ടേക് എഫക്റ്റ്. ഒരു സോളാർ സെല്ല് അല്ലെങ്കിൽ ഫോട്ടോ വോൾട്ടേക് സെല്ല് എന്ന് പറഞ്ഞാൽ ഒരു ഇലക്ട്രിക്കൽ ഡിവൈസാണ്. എന്താണ്, ഫോട്ടോ വോൾട്ടേക് എഫക്റ്റ് ഉപയോഗിച്ച് ലൈറ്റ് എനർജിയെ ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന ഡിവൈസിന് പറഞ്ഞ പേരാണ് ഫോട്ടോ വോൾട്ടേക് സെല്ല് അല്ലെങ്കിൽ സോളാർ സെല്ല്. ലൈറ്റ് എനർജിയെ ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന ഇലക്ട്രിക്കൽ ഡിവൈസിൻ്റെ പേരാണ് സോളാർ സെല്ല് അല്ലെങ്കിൽ ഫോട്ടോ വോൾട്ടേക് സെല്ല്. ഈ ഫോട്ടോ വോൾട്ടേക് സെൽ ഈസ് എ ഫോം ഓഫ് ഇലക്ട്രിക് സെല്ല്. ഒരു ഫോട്ടോ ഇലക്ട്രിക് സെല്ലിൻ്റെ ഒരു ഫോമാണ് ഫോട്ടോ വോൾട്ടേക് സെല്ല്. എന്താണ് ഈ ഫോട്ടോ ഇലക്ട്രിക് സെല്ല് അല്ലെങ്കിൽ ഫോട്ടോ വോൾട്ടേക് സെല്ല് എന്ന് പറഞ്ഞാൽ? ഡിഫൈൻഡ് ആസ് ദ ഡിവൈസ് whose electrical characteristics such as current, voltage or resistance vary when exposed to light. നമ്മൾ ഈ ഡിവൈസിൻ്റെ പ്രത്യേകത, അങ്ങനെ ഫോട്ടോ ഇലക്ട്രിക് സെല്ലിൻ്റെ പ്രത്യേകത എന്താണ്, ഇതിൻ്റെ ഇലക്ട്രിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ കറണ്ട്, വോൾട്ടേജ്, റെസിസ്റ്റൻസ് ഒക്കെ എന്തിനനുസരിച്ച് മാറും, ലൈറ്റിന്. അല്ലേ, വെൻ എക്സ്പോസ്ഡ് ടു ലൈറ്റ് അതിലേക്ക് പതിക്കുമ്പോൾ അതിൻ്റെ വോൾട്ടേജ്, കറണ്ടും റെസിസ്റ്റൻസും ഒക്കെ മാറുന്നു. ഇലക്ട്രിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് വാരി ചെയ്യും, ചേഞ്ച് ചെയ്യും. അങ്ങനത്തെ ഡിവൈസിന് പറഞ്ഞ പേരാണ് ഫോട്ടോ ഇലക്ട്രിക് സെല്ല്. അതിൻ്റെ ഒരു ഫോമാണ് ഫോട്ടോ വോൾട്ടേക് സെല്ല്. ഇതിലെന്താണ്, വിച്ച് കൺവേർട്സ് ദി ലൈറ്റ് എനർജി ഇൻ ടു ഇലക്ട്രിക്കൽ എനർജി. പിന്നെ ഈ ലൈറ്റ് ഫാൾ ചെയ്യുന്ന സമയത്ത് വെൻ ലൈറ്റ് ഈസ് അലൗഡ് ടു ഫാൾ ഓൺ വോൾട്ടേജ് സെൽ ദ സെൽ ജനറേറ്റ് എ വോൾട്ടേജ് അക്രോസ് ഇറ്റ്സ് ടെർമിനൽ. ഈ സെല്ലിലേക്ക് നമ്മൾ എന്താണ് ലൈറ്റ് പതിക്കാൻ അനുവദിച്ചാൽ ആ സെല്ല് എന്ത് ചെയ്യും, അതിൻ്റെ ടെർമിനലിൽ ഒരു വോൾട്ടേജ് ജനറേറ്റ് ചെയ്യും. ആ വോൾട്ടേജ് ജനറേറ്റ് ചെയ്യുന്നത് എന്താണ്, ഇൻക്രീസ് ദ ലൈറ്റ് ഇൻറ്റൻസിറ്റി. ലൈറ്റ് ഇൻറ്റൻസിറ്റി കൂടുന്നതിനനുസരിച്ച് എന്ത് ചെയ്യും, വോൾട്ടേജ്
ജനറേറ്റ് ചെയ്യുന്നതും ഇൻക്രീസ് ചെയ്യും. ഇപ്പോൾ ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റി കൂടുന്നതിനനുസരിച്ച് എന്ത് ചെയ്യും, വോൾട്ടേജ് ഇൻക്രീസ് ചെയ്യുന്നതും വോൾട്ടേജ് ജനറേറ്റ് ചെയ്യുന്നതും ഇൻക്രീസ് ചെയ്യും. പിന്നെ നമുക്ക് സിമ്പിൾ ഓഫ് സോളാർ സെൽ, സോളാർ സെല്ലിൻ്റെ സിമ്പിൾ ഇങ്ങനെയാണ്, ഓർത്ത് വെക്കുക, ചിലപ്പോൾ എക്സാമിന് ചോദിച്ചേക്കാം. പിന്നെ കൺസ്ട്രക്ഷൻ ആൻഡ് വർക്കിംഗ് ഓഫ് സോളാർ സെൽ, സോളാർ സെല്ലിൻ്റെ കൺസ്ട്രക്ഷനും വർക്കിങ്ങും ചെറിയ രീതിയിൽ നമ്മളൊന്ന് വിവരിക്കുന്നുണ്ട്. ഇറ്റ് ഈസ് എസെൻഷ്യൽ കൺസിസ്റ്റ് ഓഫ് എ സിലിക്കൺ PN ജംഗ്ഷൻ ഡയോഡ് വിത്ത് എ ഗ്ലാസ് വിൻഡോ. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ റെക്ടിഫയർ പറഞ്ഞപ്പോൾ അല്ലേ, റെക്ടിഫയർ പറഞ്ഞപ്പോഴും പറഞ്ഞിരുന്നു എന്താണ് PN ജംഗ്ഷൻ ഡയോഡ്. ഡയോഡിനെ പറ്റി കൂടുതൽ നമ്മൾ പിന്നീട് പഠിക്കും. ഒരു ഡയോഡ് എന്ന് പറഞ്ഞാൽ ഒരു പിയും ഒരു എന്നും, പി ടൈപ്പും ഒരു എൻ ടൈപ്പ് സെമി കണ്ടക്ടർ ഉപയോഗിച്ചിട്ട്, പി ടൈപ്പ് സെമി കണ്ടക്ടറും എൻ ടൈപ്പ് സെമി കണ്ടക്ടറും ജോയിൻ ചെയ്തതാണ് ഒരു PN ജംഗ്ഷൻ. അതിനെയാണ് ഒരു ഡയോഡ് എന്ന് പറയുക. ആ ഡയോഡ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഇതിൽ നിർബന്ധമായിട്ടും ഒരു സോളാർ സെല്ലിൽ നിർബന്ധമായിട്ടും എന്ത് ചെയ്യണം, ഒരു സിലിക്കൺ PN ജംഗ്ഷൻ ഡയോഡ് ഉണ്ടായിരിക്കണം വിത്ത് ഗ്ലാസ് വിൻഡോ. ഒരു ഗ്ലാസ് വിൻഡോ, ഏറ്റവും മുകളിൽ ഒരു ഗ്ലാസ് വിൻഡോ ഉണ്ടാവും. ആ ഗ്ലാസ് വിൻഡോ അതുപോലെ തന്നെ ഒരു PN ജംഗ്ഷൻ ഡയോഡും നിർബന്ധമായിട്ടും സോളാർ സെല്ലിൽ അടങ്ങിയിരിക്കും. ഇനി ഓൺ ടോപ്പ് സർഫേസ് ലെയർ ഓഫ് പി ടൈപ്പ് മെറ്റീരിയൽ ഇസ് മെയ്ഡ് എക്സ്ട്രീംലി തിൻ. ഒരു ടോപ്പ് സർഫേസിലുള്ള ഈ പി ടൈപ്പ് മെറ്റീരിയൽ വളരെ തിന്നായിട്ടായിരിക്കും കൊടുത്തിരിക്കുന്നത്. ഈ പി ടൈപ്പ് മെറ്റീരിയൽ വളരെ തിന്ന്, കട്ടി കുറഞ്ഞതായിരിക്കും. ആ കട്ടി കുറഞ്ഞുകൊണ്ട് തന്നെ ഇൻസിഡൻറ്റ് ലൈറ്റ് ഫോട്ടോൺസ് മേ ഈസിലി റീച്ച് ദ PN ജംഗ്ഷൻ. ഈ നമ്മൾ ലൈറ്റിൻ്റെ ഫോട്ടോൺസ്, ഈ ലൈറ്റിൻ്റെ ഫോട്ടോൺസ് എന്ത് ചെയ്യും, ഈസി ആയിട്ട് എങ്ങോട്ടെത്തും, ഈ PN ജംഗ്ഷനിലേക്ക് ഈസി ആയിട്ട് എത്തും. ഈ പി മെറ്റീരിയൽ വളരെ തിന്നായതുകൊണ്ട് എന്താണ്, ഈസി ആയിട്ട് ഈ ലൈറ്റ് ഫോട്ടോൺസ് എങ്ങോട്ടെത്തും, ഈ PN ജംഗ്ഷനിലേക്ക് എത്തും. ഇനി ഫോട്ടോൺസ്, ഈ ലൈറ്റ് ഫോട്ടോൺസ് കൊളൈഡ് വിത്ത് വാലൻസ് ഇലക്ട്രോൺ, വാലൻസ് ഇലക്ട്രോണുമായിട്ട് ഇതിനുള്ള എന്താണ് പിന്നെ വാലൻസ് ഇലക്ട്രോണുമായിട്ട് എന്ത് ചെയ്യും, കൂട്ടിമുട്ടും അല്ലെ, കൊളൈഡ് കൂട്ടിമുട്ടിയിട്ട് എന്ത് ചെയ്യും, അവിടെ കമ്പോർട്ട് ദം സഫിഷ്യൻറ്റ് എനർജി ആസ് ടു ലീവ് ദെയർ പാരൻ്റ് ആറ്റം. എന്തൊരു സഫിഷ്യൻറ്റ് എനർജി പിന്നെ പുറപ്പെടുവിക്കും. ഇതുപോലെ ഫ്രീ ഇലക്ട്രോൺസ് ആൻഡ് ഹോൾസ് ആർ ജനറേറ്റ് ഓൺ ബോത്ത് സൈഡ് ഓഫ് ദ ജംഗ്ഷൻ. ഇങ്ങനെ കൂട്ടിമുട്ടിയിട്ട് എന്ത് ചെയ്യും, ഇലക്ട്രോൺസും ഹോൾസും പിന്നെ ഫ്രീ ഇലക്ട്രോൺസും ഹോൾസും ഇതിൽ എന്ത് ചെയ്യും, ജനറേറ്റ് ചെയ്യും. ആ ഈ ഇലക്ട്രോൺസും ഹോൾസും ഡ്യൂ ടു ദീസ് ഇലക്ട്രോൺസ് ആൻഡ് ഹോൾസ് കറണ്ട് ആർ പ്രൊഡ്യൂസ്ഡ്. ഈ ഹോൾസും ഇലക്ട്രോൺസുമാണ് കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ എന്താണ്, ഈ ഫോട്ടോൺസ് നമ്മൾ ഈ ജംഗ്ഷനിലെത്തും, ആ ഫോട്ടോൺസ് വാലൻസ് ഇലക്ട്രോണുമായിട്ട് കൂട്ടിമുട്ടിയിട്ട് സഫിഷ്യൻ്റ് എനർജി റിലീസ് ചെയ്തു. അപ്പോൾ ഫ്രീ ഇലക്ട്രോൺസും ഹോൾസും ജനറേറ്റ് ചെയ്യും രണ്ട് ജംഗ്ഷനിൽ, ഈ രണ്ട് ഭാഗത്തും രണ്ട് സൈഡിലും എന്ത് ചെയ്യും, പിന്നെ ഹോൾസും ഫ്രീ ഇലക്ട്രോൺസും പി ടൈപ്പിലും പിന്നെ എൻ ടൈപ്പും രണ്ടിലും എന്ത് ചെയ്യും, ഒന്ന് എൻ ടൈപ്പിലാണെങ്കിൽ ഇലക്ട്രോൺസും പി ടൈപ്പിലാണെങ്കിൽ ഹോൾസും ജനറേറ്റ് ചെയ്യും. ഈ ഹോൾസും ഇലക്ട്രോൺസും എന്ത് ചെയ്യും, കറണ്ടിനെ പ്രൊഡ്യൂസ് ചെയ്യും. ഇങ്ങനെയാണ് അതിൻ്റെ ഈ കറണ്ട് ഉണ്ടാകുന്ന കറണ്ട് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ ഇലുമിനേഷൻ. ഇലുമിനേഷൻ എന്ന് പറഞ്ഞാൽ ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റി കൂടുന്നതിനനുസരിച്ച് എന്ത് ചെയ്യും, കറണ്ടിൻ്റെ അളവ് കൂടും. ഇത് പറയൽ ഇലുമിനേഷൻ നമ്മൾ ഈ ലൈറ്റ് പറയലെന്താണ്, MW per സെൻറ്റിമീറ്റർ സ്ക്വയർ ആണ്. എന്ന് പറഞ്ഞാൽ മില്ലി വാട്ട്, ഇപ്പോൾ ഒരു സെൻറ്റിമീറ്ററിൽ എത്ര മില്ലി വാട്ട് എന്നാണ് നമ്മൾ പറയൽ. അതുപോലെ തന്നെ കറണ്ട് കൂടാനുള്ള വേറൊരു കാരണം ഡിപ്പെൻഡ് ഓൺ ദ സൈസ് ഓഫ് ദ സർഫേസ് ഏരിയ ബീങ് ഇലുമിനേറ്റഡ്. ഈ ലൈറ്റ് ഇലുമിനേഷൻ എന്ന് പറഞ്ഞാൽ ലൈറ്റ് എന്നുള്ളതിനാണ് ഒരു ചാപ്റ്റർ തന്നെ നമുക്ക് പഠിക്കാണ്ട് ഇലുമിനേഷൻ്റെ, ലൈറ്റിനെ പറ്റി. ലൈറ്റിൻ്റെ വേറൊരു പേരാണ് ഇലുമിനേഷൻ. അതിനെപ്പറ്റി കൂടുതൽ നമ്മൾ പിന്നീട് പഠിക്കുന്നുണ്ട്. അതാണ് ഈ ലൈറ്റ് പിന്നെ ഇത് കറണ്ട് ഡിപ്പെൻഡ് ചെയ്യണ ഒരു കാര്യം ഇലുമിനേഷനാണ്, ലൈറ്റ്. പിന്നെ അതുപോലെ തന്നെ എന്താണ് ഡിപ്പെൻഡ് ഓൺ ദ സൈസ് ഓഫ് ദ സർഫേസ്. ഈ ലൈറ്റ് വന്ന് പതിക്കുന്ന സർഫേസിൻ്റെ ഏരിയ, ലൈറ്റ് വന്ന് പതിക്കുന്ന സർഫേസിൻ്റെ ഏരിയയും അതുപോലെ തന്നെ ലൈറ്റുമാണ് എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത്, കറണ്ട്. ഈ ഇതിലുണ്ടാകുന്ന കറണ്ടിന് പ്രൊപ്പോർഷണൽ, ഒരു പ്രൊപ്പോർഷണൽ ഡിപ്പെൻഡ് ചെയ്യുന്ന കാര്യങ്ങൾ രണ്ടെണ്ണമാണ്. എന്താണ്, കറണ്ട് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണലാണ് ഇല്യൂമിനേഷൻ. അതുപോലെ തന്നെ ആൾസോ ഡിപ്പെൻഡ് ദി സൈസ് ഓഫ് ദ സർഫേസ് ഏരിയ ബീങ് ഇല്യൂമിനേറ്റഡ്. ഇനി എന്താണ് ഈ നിക്കൽ പ്ലേറ്റഡ് റിംഗ് എറൗണ്ട് ദ പി ടൈപ്പ് മെറ്റീരിയൽ ഈസ് ദ പോസിറ്റീവ് ഔട്ട്പുട്ട് ടെർമിനൽ. ഇവിടെ നിന്നാണ് ഈ നിക്കൽ പ്ലേറ്റ്, ഇവിടെയുള്ള ഈ പ്ലേറ്റാണ് പോസിറ്റീവ് ടെർമിനലായിട്ട്. അതുപോലെ തന്നെ ബോട്ടം പ്ലേറ്റിംഗ് ഈസ് ദ നെഗറ്റീവ് ഔട്ട്പുട്ട് ടെർമിനൽ. ഇവിടെ കറക്റ്റായിട്ട് കാണിച്ചിട്ടില്ല, ഇവിടെ നോക്കുക.
ഇങ്ങനെ ഉണ്ടാവാറുണ്ട്. എൻ ടൈപ്പ് സെമിക്കണ്ടക്ടർ മുകളിൽ, വി ടൈപ്പ് സെമിക്കണ്ടക്ടർ താഴെ. ഇതാണ് ഡിപ്ലീഷൻ റീജിയൻ. ഇത് നമ്മൾ കൂടുതലായിട്ട് അടുത്ത വർഷത്തിൽ കൂടുതലായിട്ട് പഠിക്കേണ്ട പി എൻ ജംഗ്ഷനെ പറ്റിയിട്ട്. ഒരു പ്രാവശ്യം പി എൻ ജംഗ്ഷൻ ഉണ്ടായാൽ അവിടെ ഒരു ഡിപ്ലീഷൻ ലെയർ ഉണ്ടാവും. അതിനെ പറ്റിയൊക്കെ കൂടുതൽ നമ്മൾ പിന്നീട് പഠിക്കും. അപ്പോൾ പി എൻ ജംഗ്ഷൻ ഡയോഡാണിത്. ആ ഡയോഡ് അതിലേക്ക് ഫോട്ടോൺസ് വന്ന് പതിക്കുമ്പോൾ എന്ത് ചെയ്യും, നമ്മൾ പറഞ്ഞു അതിൽ പിന്നെ കൊളൈഡ് ചെയ്തിട്ട് അല്ലേ, അങ്ങോട്ട് കൂട്ടിമുട്ടിയിട്ട് എന്ത് ചെയ്യും, ഇത് ഇലക്ട്രോൺസും ഹോൾസും ഉണ്ടാവും. ആണ് കറണ്ടിന് കാരണം. ആ കറണ്ടിന് കാരണം ആണ് ഇവിടെ എന്താണ്, ഇവിടെ ഒരു നിക്കൽ പ്ലേറ്റഡ് റിങ്, ഈ പി ടൈപ്പിൽ ഇവിടെ ഒരു മെറ്റൽ കോണ്ടാക്ട് ഉണ്ട്. ആ കോണ്ടാക്റ്റാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ പോസിറ്റീവ് ഔട്ട്പുട്ട് ടെർമിനലായിട്ട് ഉപയോഗിക്കുന്നത്. പോസിറ്റീവ് ഔട്ട്പുട്ട് ടെർമിനലായിട്ട് ഇതാണ് ഉപയോഗിക്കുന്നത്. പിന്നെ അതാണ് നെഗറ്റീവ് ആൻഡ് ദ ബോട്ടം പ്ലേറ്റിംഗ് ഇസ് നെഗറ്റീവ് ഔട്ട്പുട്ട് ടെർമിനലായിട്ട് ഇവിടെ മുകളിൽ ഇതുക നെഗറ്റീവ് ഔട്ട്പുട്ട് ടെർമിനലായിട്ട് ഇതും ഇവിടെയാണ് ഉപയോഗിക്കുന്നത്. അത് നെഗറ്റീവ് ടെർമിനലും ഇത് പോസിറ്റീവ് ടെർമിനലുമായിട്ട് ഉപയോഗിക്കും. അപ്പം ഇങ്ങനെയാണ് സോളാർ സെല്ലിൻ്റെ കൺസ്ട്രക്ഷൻ. ഇതിലെന്താണ്, സിലിക്കൺ ആൻഡ് ജെർമേനിയം ആർ ദ മോസ്റ്റ് വൈഡ്ലി യൂസ്ഡ് സെമി കണ്ടക്ടേഴ്സ് മെറ്റീരിയൽ ഫോർ സോളാർ സെല്ല്. സോളാർ സെല്ലിനും അതുപോലെ ഡയോഡ് ഉണ്ടാക്കാൻ എന്താണ് നമ്മൾ ഉപയോഗിക്കുന്ന ഏറ്റവും കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന രണ്ട് സാധനങ്ങളാണ്. ഇത് രണ്ടും സെമി കണ്ടക്ടറാണ്. എന്താണ്, സിലിക്കൺ ആൻഡ് ജെർമേനിയാണ്. ഇത് എന്താണ്, നമ്മൾ ഡയോഡുകൾ ഈ പി എൻ ജംഗ്ഷൻ അല്ലെ, പിയും പി ടൈപ്പും എൻ ടൈപ്പ് സെമി കണ്ടക്ടറുകൾ, അത് എന്താണ് ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന മെറ്റീരിയൽ സിലിക്കണും ജെർമേനിയുമാണ്. അതിൽ തന്നെ സിലിക്കണാണ് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുക. അതാണ് സിലിക്കണും ജെർമേനിയുമാണ് ഏറ്റവും കൂടുതലായിട്ട് സെമി കണ്ടക്ടർ മെറ്റീരിയൽ ഉപയോഗിക്കുന്നത്. സോളാർ സെല്ലിന് വേണ്ടി ഉപയോഗിക്കുന്ന മെറ്റീരിയൽ ഏതാണെന്ന് ചോദിച്ചാൽ എന്താണ്, സെമി കണ്ടക്ടറുകളാണ്. അതിലേറ്റവും കൂടുതൽ എന്താണ്, സിലിക്കണും ജെർമേനിയുമാണ്. പിന്നീട് ഉപയോഗിക്കുന്നത് എന്താണ്, ഗാലിയം ആർസനൈഡ്, അതുപോലെ തന്നെ ഇൻഡിയം ആർസനൈഡ്, കാഡ്മിയം ആർസനൈഡൊക്കെ ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഗാലിയം ആർസനൈഡും ഇൻഡിയം ആർസനൈഡും കാഡ്മിയം ആർസനൈഡും ഒക്കെ ഉപയോഗിക്കുന്നുണ്ട്. ഈ രണ്ട് കാര്യങ്ങളും ഓർത്ത് വെക്കുക. ഏറ്റവും കൂടുതലായിട്ട് സിലിക്കണും ജെർമേനിയാണ് സെമി കണ്ടക്ടറുകൾ ഉപയോഗിക്കുന്നത്. പിന്നെ അതാണ് ഗാലിയം ആർസനൈഡും ഇൻഡിയം ആർസനൈഡ് കാഡ്മിയം ആർസനൈഡൊക്കെ ഇപ്പോൾ പുതിയതായിട്ട് ഉപയോഗിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. എന്താണ്, ഒരു കോമൺ സിംഗിൾ ജംഗ്ഷൻ സിലിക്കൺ സോളാർ സെല്ല്, ഒരു സിംഗിൾ ജംഗ്ഷനുള്ള സിലിക്കൺ സോളാർ സെല്ലിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന മാക്സിമം ഓപ്പൺ സർക്യൂട്ട് വോൾട്ടേജ് എന്ന് പറയുന്നത് ഏകദേശം 0.5 to 0.6 വോൾട്ട് ആയിരിക്കും. അപ്പോൾ ഒരു സിംഗിൾ സെല്ലിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന വോൾട്ടേജ് എത്രയെന്ന് ചോദ്യം വന്നാൽ 0.5നും 0.6 വോൾട്ടിനും ഇടയിലായിരിക്കും. സാധാരണ 0.55 വോൾട്ട് എന്നാണ് പറയാറ്. അപ്പോൾ 0.5നും 0.6 വോൾട്ടിനും ഇടയിലായിട്ടാണ് ഒരു സിംഗിൾ സെൽ അല്ലെ, സിംഗിൾ ജംഗ്ഷൻ സിലിക്കൺ സോളാർ സെല്ലിൽ പിന്നെ പ്രൊഡ്യൂസ് ചെയ്യുന്ന വോൾട്ടേജ്. മാക്സിമം ഓപ്പൺ സർക്യൂട്ട് വോൾട്ടേജ് ആണ്, ലോഡ് കൊടുക്കുമ്പോൾ അല്ലാതെ കിട്ടുന്ന ഓപ്പൺ സർക്യൂട്ട് വോൾട്ടേജ് എന്ന് പറയുന്നത് 0.5 to 0.6 വോൾട്ടാണ്. 0.5നും 0.6 വോൾട്ടിനും ഇടയിലാണ്. സാധാരണ 0.55 വോൾട്ട് എന്ന് പറയാറുണ്ട്. അപ്പോൾ ഇതൊന്ന് ഓർത്ത് വെക്കുക. എന്താണ്, സിംഗിൾ ജംഗ്ഷൻ സിലിക്കൺ സോളാർ സെല്ലിൻ്റെ വോൾട്ടേജ് 0.5 to 0.6 വോൾട്ടിന് ഇടയിലായിരിക്കും. അതുപോലെ തന്നെ അക്കോർഡിംഗ് ടു ഡിഫറെൻറ്റ് മാനുഫാക്ചറിങ് സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ട് പവർ വാരീസ് ഫ്രം, ഔട്ട്പുട്ട് പവർ നമുക്ക് 50 മില്ലി വാട്ട് പെർ സെൻറ്റിമീറ്റർ സ്ക്വയർ മുതൽ 125 മില്ലി വാട്ട് പെർ സെൻറ്റിമീറ്റർ സ്ക്വയർ. ഒരു സെൻറ്റിമീറ്റർ സ്ക്വയറിൽ 50 മില്ലി വാട്ട് മുതൽ 125 മില്ലി വാട്ട് വരെ ഔട്ട്പുട്ട് പവർ നമുക്ക് ലഭിക്കുകയും ചെയ്യും. അപ്പോൾ ഔട്ട്പുട്ട് വോൾട്ടേജ് ഒരു സെല്ല്, സിംഗിൾ ജംഗ്ഷൻ സെല്ലിൻ്റെത് 0.55 അല്ലെങ്കിൽ 0.5 to 0.6 വോൾട്ടിന് ഇടയിൽ കിട്ടും. അതുപോലെ തന്നെ എന്താണ്, ഔട്ട്പുട്ട് പവർ 50 മില്ലി വാട്ട് പെർ സെൻറ്റിമീറ്റർ സ്ക്വയർ മുതൽ 125 മില്ലി വാട്ട് പെർ സെൻറ്റിമീറ്റർ സ്ക്വയർ വരെ ലഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇനി ഒരു കാര്യം ഓർത്ത് വെക്കേണ്ടത്, സോളാർ സെല്ലിൻ്റെ ഔട്ട്പുട്ട് പവർ ഡിക്രീസസ് അറ്റ് ഹൈ ടെമ്പറേച്ചർ. ടെമ്പറേച്ചർ കൂടിയെന്ന് വിചാരിച്ച് എന്ത് ചെയ്യില്ല, ഔട്ട്പുട്ട് പവർ കൂടില്ല. നമുക്ക് ലൈറ്റാണ് കൂടേണ്ടത്, ലൈറ്റ് ഇൻറ്റൻസിറ്റിയാണ് കൂടുന്നത്. ലൈറ്റിൻ്റെ ടെമ്പറേച്ചർ കൂടിയാൽ എന്താണ്, സോളാർ സെല്ലിൻ്റെ ഔട്ട്പുട്ട് പവർ കുറയുകയാണ് ചെയ്യുക. ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ച് സോളാർ സെല്ലിൻ്റെ ഔട്ട്പുട്ട് പവർ കുറയുകയാണ് ചെയ്യുക. അത് ഓർത്ത് വെക്കുക. സോളാർ സെല്ലിൻ്റെ ഔട്ട്പുട്ട് പവർ ഡിക്രീസസ് അറ്റ് ഹൈ ടെമ്പറേച്ചർ. ഹൈ ടെമ്പറേച്ചർ ആണെങ്കിൽ ഔട്ട്പുട്ട് പവർ, സോളാർ സെല്ലിൻ്റെ ഔട്ട്പുട്ട് പവർ ഡിക്രീസ് ചെയ്യുകയാണ് ചെയ്യുക. ഇനി സോളാർ സെൽസ് ആർ ബിൽഡിംഗ് ബ്ലോക്ക് ഓഫ് ഫോട്ടോ വോൾട്ടേക് മൊഡ്യൂൾസ്, അതർവൈസ് നോൺ ആസ് സോളാർ പാനൽ. ഇതാണ് ഒരു സെല്ല് കുറേ സെല്ലുകൾ കൂടിയാൽ ഒരു മൊഡ്യൂളാവും. കുറേ മൊഡ്യൂളുകൾ കൂടിയാൽ അത് പാനലാവും, സോളാർ പാനൽ. ഈ പാനലുകൾ ഇങ്ങനെ അടുപ്പിച്ചടുപ്പിച്ച് വെച്ചാൽ അതിന് അറേ എന്നാണ് പേര് പറയുക. അപ്പോൾ സെല്ല്, മൊഡ്യൂള്, പാനൽ, അറേ, ഈ രീതിയിലാണ് അതുണ്ടാവുക. ഇനി എന്താണ്,
നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഡിറ്റർമൈൻ ദ നമ്പർ ഓഫ് സെൽ റിക്വയർഡ് ഫോർ എ സീരീസ് ആൻഡ് പാരലൽ ഗ്രൂപ്പ്. അപ്പോൾ നമ്മൾ സോളാർ സെല്ലിൻ്റെ കൺസ്ട്രക്ഷനും അതിൻ്റെ പ്രിൻസിപ്പിളും ഒക്കെ പറഞ്ഞു. എന്താണ് ഫോട്ടോ വോൾട്ടേക്ക് ആണ് അതിൻ്റെ പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ ലൈറ്റ് എനർജിയെ ഇലക്ട്രിക്കൽ എനർജി ആക്കിയിട്ട് മാറ്റുക. ഫോട്ടോ വോൾട്ടേക്ക് സെല്ല് അതാണ് സോളാർ സെല്ല്. പിന്നെ അതിൻ്റെ കൺസ്ട്രക്ഷൻ നമ്മൾ പറഞ്ഞു. ഇനി എന്താണ് നമ്മൾ ഒരു സോളാർ സെല്ല് അല്ലേ നമുക്ക് വേണ്ട ഒരു പാനൽ ഉണ്ടാക്കണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആവശ്യമുള്ള ഔട്ട്പുട്ടിനനുസരിച്ച് അത് ഉണ്ടാക്കൽ എങ്ങനെയാണ്? നമ്പർ ഓഫ് സെൽസ് റിക്വയർഡ് ഫോർ എ സീരീസ് ആൻഡ് പാരലൽ ഗ്രൂപ്പ്. അപ്പോൾ ഒരു ഉദാഹരണമാണ് നമ്മൾ വിവരിക്കുന്നത്. ഒരു വില്ലേജ് അല്ലെങ്കിൽ പഞ്ചായത്ത് ഓഫീസിൽ ആവശ്യമുള്ള ലൈറ്റ് 12 വോൾട്ട് 3 വാട്ട് ഒരു ഡിസ്പ്ലേ പർപ്പസിനും വേണ്ടി എന്താണ് 12 വോൾട്ട് 3 വാട്ടുള്ള ഒരു 12 വോൾട്ടിൽ വർക്ക് ചെയ്യുന്ന ഒരു ലൈറ്റാണ് ഒരു പഞ്ചായത്ത് ഓഫീസിൽ വേണ്ടത്. അത് വർക്ക് ചെയ്യുന്നതോ 4 അവർ 4 അവർ ഹാസ് ടു ബി എനർജൈസ്ഡ് ത്രൂ എ ബാറ്ററി. ഒരു ബാറ്ററി ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യണം? 4 മണിക്കൂർ 12 വോൾട്ട് 3 വാട്ടുള്ള ഒരു ലൈറ്റ് നമുക്ക് എന്ത് ചെയ്യണം? ഒരു ഓഫീസിൽ വേണം. ആ ബാറ്ററി ചാർജ് ചെയ്യാൻ അല്ലേ, ഈ ബാറ്ററി നമ്മൾ പറഞ്ഞു, ആ ബാറ്ററി ചാർജ് ചെയ്യാനും വേണ്ടി ഒരു സോളാർ സെല്ല്, ഒരു അറേ ഓഫ് സോളാർ സെൽ ഹാവിങ് 125 മില്ലി വാട്ട് പെർ സെൻറ്റിമീറ്റർ സ്ക്വയർ കപ്പാസിറ്റി. ഒരു സെൻറ്റിമീറ്ററിൽ 125 മില്ലി വാട്ട് കപ്പാസിറ്റി ഉള്ള ഒരു സോളാർ സെല്ല് നമുക്ക് ഉണ്ടാക്കണമെങ്കിൽ എങ്ങനെയാണ് നമുക്ക് ഉണ്ടാക്കുക? ആ ഒരു സോളാർ സെല്ലിൻ്റെ അതിൽ ഒരു സെല്ലിൻ്റെ വോൾട്ടേജ് 0.45 വോൾട്ടും കറണ്ട് 57 മില്ലി ആംപിയറും ആണെന്ന് കരുതുക. 0.45 വോൾട്ടും 57 മില്ലി ആംപിയറാണ്. അങ്ങനെയാണെങ്കിൽ ദ ലൈറ്റ് ഫ്രം സൺ, നമുക്കെന്താണ് സൂര്യനിൽ നിന്നും ലൈറ്റ് കിട്ടുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നത് 8 അവറാണ്. 8 അവർ പെർ ഡേ. ഒരു ദിവസത്തിൽ 8 മണിക്കൂർ നമുക്കെന്ത് ചെയ്യും? സൂര്യപ്രകാശം കിട്ടും. അങ്ങനെയാണെങ്കിൽ കാൽക്കുലേറ്റ് ദി നമ്പർ ഓഫ് സോളാർ സെൽ ഇൻ സീരീസ് ഗ്രൂപ്പ്. നമ്മളെന്ത് ചെയ്യണം? സീരീസ് ഗ്രൂപ്പിൽ എത്ര സോളാർ സെല്ല് കണക്ട് ചെയ്യണം? അതുപോലെ തന്നെ നമ്പർ ഓഫ് ഗ്രൂപ്പ് ഇൻ പാരലായിട്ട് എത്ര കണക്ട് ചെയ്യണം? ടു ചാർജ് ദ ബാറ്ററി ചാർജ് ചെയ്യാനും വേണ്ടി എത്ര സീരീസ് ഗ്രൂപ്പും എത്ര പാരലൽ ഗ്രൂപ്പും വേണം? അപ്പോൾ ഞാൻ വയർ അപ്പ് ദ സോളാർ സെൽ അക്കോർഡിംഗ്ലി. അതാണ് നമ്മളെ ക്വസ്റ്റ്യൻ. അപ്പോൾ എന്താണ്? ഒരു ഓഫീസിൽ ഒരു ബാറ്ററി ഉപയോഗിച്ച് നമ്മളെന്താണ് 4 മണിക്കൂർ 12 വോൾട്ട് 3 വാട്ടുള്ളൊരു ലൈറ്റ് വർക്ക് ചെയ്യിക്കണം. അതിനുള്ള ബാറ്ററി ചാർജ് ചെയ്യുന്നത് എന്താണ്? സോളാർ സെൽ ഉപയോഗിച്ചിട്ടാണ്. 125 മില്ലി വാട്ട് പെർ സെൻറ്റിമീറ്റർ സ്ക്വയർ കപ്പാസിറ്റിയുള്ള സോളാർ സെൽ ഉപയോഗിച്ചിട്ടാണ് നമുക്ക് ചെയ്യേണ്ടത്. അങ്ങനെയാണെങ്കിൽ അതിൽ ഓരോ സെല്ലിൻ്റെയും വോൾട്ടേജ് 0.45 വോൾട്ടും കറണ്ട് 57 മില്ലി ആംപിയറുമാണ്. അങ്ങനെയാണെങ്കിൽ എത്രണ്ണം സീരീസ് ആയിട്ടും എത്രണ്ണം പാരലായിട്ടും കൊടുക്കണം എന്നാണ് ചോദ്യം. നമുക്ക് നോക്കാം. റിമൈൻ ദ നമ്പർ ഓഫ് സോളാർ സെൽ ഇൻ സീരീസ് ഗ്രൂപ്പ്. സീരീസ് ആയിട്ട് എത്രണ്ണം കൊടുക്കണം എന്നാണ് ആദ്യം കണ്ടുപിടിക്കുന്നത്. അപ്പോൾ നമ്പർ ഓഫ് സെൽസ് ഇൻ സീരീസ് ഗ്രൂപ്പ് കണ്ടുപിടിക്കാൻ ടോട്ടൽ റിക്വയർഡ് വോൾട്ടേജ് വോൾട്ടേജ് എത്രയാണ് വേണ്ടത്? അപ്പോൾ എത്രയാണ്? ഇപ്പോൾ നമ്മൾ തന്നത് 12 ആണ്. പക്ഷേ ഈ 12 വോൾട്ട് നമുക്ക് ലൈറ്റിൻ്റെ ഔട്ട്പുട്ടാണ്. അപ്പോൾ എന്താണ്? ബാറ്ററി ആകുമ്പോൾ എത്ര വേണ്ടി വരും? ബാറ്ററിൻ്റെ 12 വോൾട്ടാണ്. അപ്പോൾ ബാറ്ററി ചാർജ് ചെയ്യുന്ന 12 വോൾട്ട് ഉണ്ടായാൽ മതിയോ? കഴിഞ്ഞ ക്ലാസ് നമ്മൾ പഠിച്ചാണ്. 12 വോൾട്ട് തന്നെയാണെങ്കിൽ ബാറ്ററി ഫുള്ളി ചാർജ്ഡ് ആവില്ല. അപ്പോൾ 12 വോൾട്ടിലും കൂടുതൽ വേണം. അപ്പോൾ നോക്കുക, ടോട്ടൽ സെല്ല് കാണാനുള്ളത് ടോട്ടൽ റിക്വയർഡ് വോൾട്ടേജ് ഡിവൈഡ് ബൈ വോൾട്ടേജ് പെർ സെല്ലാണ്. അപ്പോൾ ടോട്ടൽ റിക്വയർഡ് വോൾട്ടേജ് എന്ന് പറഞ്ഞത് എന്താണ്? ബാറ്ററി വോൾട്ടേജ് +1 വോൾട്ടാണ് ഇപ്പോൾ നമ്മൾ കൊടുത്തത്. നമ്മൾ ശരിക്കും പറഞ്ഞത് എന്താണ്? അപ്പോൾ എന്താണ്? 13 വോൾട്ടാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ് പറഞ്ഞത് 15 വോൾട്ടെങ്കിലും കൊടുക്കുന്നത് നല്ലതാണ്. അപ്പോൾ നമ്മൾ എടുക്കുന്നതാണ് 13 വോൾട്ട് ആക്കിയിട്ട് നമ്മൾ എടുത്തു. ടോട്ടൽ റിക്വയർഡ് വോൾട്ടേജ് 13 വോൾട്ട്. അപ്പോൾ വോൾട്ട് പെർ സെല്ല് എത്രയാണ്? 0.45 അല്ലേ? വോൾട്ടേജ് പെർ സെല്ല് 0.45 വോൾട്ടാണ്. അത് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അപ്പോൾ എന്താണ്? അപ്പോൾ നമ്മൾ നമ്പർ ഓഫ് സെൽസ് ഇൻ സീരീസ് ഗ്രൂപ്പ്, സീരീസിൽ എത്ര സെല്ല് കൊടുക്കണം എന്നുള്ളത് 13 ഡിവൈഡ് ബൈ 0.45 29 സെല്ല് സീരീസ് ആയിട്ട് നമ്മൾ കൊടുക്കണം. ഇനി നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് ആംബിയർ അവർ റിക്വയർമെൻറ്റ്. എത്ര ആംബിയർ അവർ ആണ് ആവശ്യം അല്ലേ? ഈ ബാറ്ററി ചാർജ് ചെയ്യുന്നതിന് അല്ലേ? ഇത് ആംബിയർ അവർ എത്ര ആവശ്യമുണ്ട്? ഈ എന്ത് 4 അവർ എന്ത് വർക്ക് ചെയ്യണം? ലൈറ്റ് വർക്ക് ചെയ്യണേ ആംബിയർ അവർ എത്ര വേണമെന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. കറണ്ട് റിക്വയർഡ്, കറണ്ട് എത്ര ആവശ്യമാകും? പവർ ഡിവൈഡ് ബൈ വോൾട്ടേജ്. അത് നമ്മൾ പഠിച്ചാണ്. P = V × I ആണ്. അപ്പോൾ I കാണാൻ P ഡിവൈഡ് ബൈ വോൾട്ടേജ്. പവർ എത്രയാണ്? 3 വാട്ടാണ് ഡിവൈഡ് ബൈ 12 വോൾട്ട്. അപ്പോൾ കറണ്ട് എത്ര കിട്ടും? ½ ആംബിയർ എന്ന് പറഞ്ഞാൽ 0.25 ആംബിയർ ആണ് കിട്ടുക.
0.25 ആംബിയർ ആണ് എന്തിൻ്റെ നമ്മുടെ ലൈറ്റിൻ്റെ ഉപയോഗിക്കുന്ന കറണ്ട്. അപ്പോൾ ദി ചാർജ് ടേക്കൺ ഫ്രം ദ ബാറ്ററി അല്ലേ അറ്റ് ദ റേറ്റ് ഓഫ് 0.25 ആംബിയർ ഫോർ 4 അവർ 4 ആംബിയർ 4 അവർ 0.25 ആംബിയർ വർക്ക് ചെയ്യാനുള്ള ചാർജ് എന്തിൽ വേണം? ബാറ്ററിയിൽ വേണം. അങ്ങനെയാണെങ്കിൽ ആംബിയർ അവർ റിക്വയർമെൻറ്റ് എത്ര വേണം? 0.25 ഇൻറ്റു എത്ര അവറാണ്? 4 അവർ. 0.25 ഇൻറ്റു 4 അവർ എന്ന് പറഞ്ഞാൽ 1 ആംബിയർ അവറാണ് നമുക്ക് ആവശ്യമുള്ള ആംബിയർ അവർ. ഇനി എന്താണ് ചാർജിങ് കറണ്ട് റേറ്റിംഗ്? അപ്പോൾ കറണ്ട് എന്താണ് ചാർജ് ചെയ്യുന്ന കറണ്ടിൻ്റെ റേറ്റിംഗ് നമ്മൾ കാണാനും വേണ്ടി ആംബിയർ അവർ ലോസ്റ്റ് ഇൻ ആക്ച്വൽ യൂസേജ് ചെയ്യുമ്പോൾ ഉള്ള ആംബിയർ അവർ ഡിവൈഡ് ബൈ നമ്പർ ഓഫ് പോസിബിൾ ചാർജിങ് അവർ എത്രയാണ്? 8 അവറാണ്. പോസിബിൾ ചാർജിങ് അവർ എന്ന് പറഞ്ഞത് എത്ര സണ്ണ് എന്താണ് സൂര്യപ്രകാശം കിട്ടുക ഏകദേശം 8 അവറാണ് നമ്മൾ പറഞ്ഞു. അപ്പോൾ എന്താണ് നമ്മൾ ആംബിയർ അവർ ലോസ്റ്റ് ഇൻ ഒരു യൂസേജ് ചെയ്യുമ്പോൾ ആംബിയർ അവർ എത്രയാണ് പോവുക? 1 ആംബിയർ അവറാണ് 4 മണിക്കൂറിന്. അപ്പോൾ ആ 1 ആംബിയർ അവർ പിന്നെ നമ്മൾ നേരത്തെ കണ്ടു എത്ര ആംബിയർ അവറാണ്? 1 ആംബിയർ അവറാണ്. അത് ഡിവൈഡ് ബൈ നമ്പർ ഓഫ് പോസിബിൾ ചാർജിങ് അവർ എന്താണ് സൂര്യപ്രകാശം കിട്ടുന്നത് നമ്മൾ ഏകദേശം കാൽക്കുലേറ്റ് ചെയ്ത് 8 ആണ്. അപ്പോൾ എന്താണ് 0.125 ആംബിയർ ആണ് ഇപ്പോൾ നമ്മൾ എന്താണ് ചാർജിങ് കറണ്ട് വേണ്ടത്. 0.125 ആംബിയർ ആണ് ചാർജിങ് കറണ്ട്. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ നമ്പർ ഓഫ് സെൽ ഇൻ പാരലൽ ഗ്രൂപ്പിൽ എത്ര സെല്ലുകൾ വേണ്ടി വരും? ഔട്ട്പുട്ട് കറണ്ട് ഡിവൈഡ് ബൈ സെൽ കറണ്ട്. ഔട്ട്പുട്ട് കറണ്ട് ഇപ്പോൾ നമ്മൾ കണ്ടുവച്ചു ഇതാണ് 0.125 ആംബിയർ ആണ് ചാർജിങ് കറണ്ട്. അത് ഡിവൈഡ് ബൈ സെൽ കറണ്ട്. ഒരു സെല്ലിൻ്റെ കറണ്ട് നമ്മൾ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 57 മില്ലി ആംബിയർ ആണ്. അത് ഹരിച്ചാൽ ഇതിനെന്താണ് 0.125 ആണ്. ഇത് മില്ലി ആംബിയർ എന്ന് പറഞ്ഞാൽ 0.057 എന്ന് വരും. അതിന് രണ്ടിനും കൂടി ഹരിച്ചാൽ നമുക്ക് എന്തെങ്കിലും 125 ഡിവൈഡ് ബൈ 57 എന്ന് വരും. അത് 2.2 ആണ് വരിക. എന്ന് പറഞ്ഞാൽ 2.2 എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു ബാറ്ററി സെല്ലുകൾ ആക്കാൻ കഴിയില്ല. അപ്പോൾ നമുക്ക് എന്താണ് 3 സെല്ലുകൾ പെർ ഗ്രൂപ്പ്. ഒരു ഗ്രൂപ്പിൽ എത്ര വേണം? 3 സെല്ല് വേണം അല്ലേ. പാരലായിട്ട് 3 റോ നമുക്ക് വേണം. എന്താണ് 29 സെല്ല്. അപ്പം 3ഉം 29 വേണം. പാരലായിട്ട് 3 അറിയാണ് വേണ്ടത്. പിന്നെ അതുപോലെ സീരീസിൽ 29 സെല്ലും വേണം. അപ്പം ടോട്ടൽ അല്ലേ ഹെൻസ് ടോട്ടൽ നമ്പർ ഓഫ് സെൽ റിക്വയർഡ് 29 × 3 87 സെല്ലുകൾ നമുക്ക് വേണം ടോട്ടൽ. ഇങ്ങനെയാണ് ഇതിലെ സെല്ലുകൾ നമ്മൾ സീരീസായിട്ടും പാരലായിട്ടും എത്ര വേണം എന്നുള്ളത് നമ്മൾ കണ്ടുപിടിക്കൽ ഈ രീതിയിലാണ്. അപ്പോൾ എന്താണ് നമ്മളിത് കണക്ട് ചെയ്യുമ്പോൾ ഇങ്ങനെ 29 എണ്ണം അല്ലേ 29 എണ്ണം സീരീസായിട്ട് 29 എണ്ണം കൊടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക പാരലായിട്ട് 3 എണ്ണം പാരലായിട്ടും കൊടുത്തിട്ട് നമുക്ക് ഔട്ട്പുട്ടിൽ ബാറ്ററിയിലേക്ക് കൊടുത്താൽ നമുക്ക് എന്ത് ചെയ്യാം നമുക്കിപ്പോൾ പറഞ്ഞ രീതിയിലുള്ള ഒരു ലൈറ്റ് 4 അവറിൽ വർക്ക് ചെയ്യിക്കാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇത്രയും എന്താണ് ആദ്യം തന്നെ നമ്മൾ മെയിൻ്റനൻസ് ആൻഡ് കെയർ ആൻഡ് മെയിൻ്റനൻസ് ഓഫ് ലെഡ് ആസിഡ് ബാറ്ററി പറഞ്ഞു. പിന്നെ സോളാർ സെല്ലിൻ്റെ വോൾട്ടേജ് എന്താണെന്നുള്ളത് പറഞ്ഞു. പിന്നെ എന്താണ് ബേസിക് പ്രിൻസിപ്പിളും കൺസ്ട്രക്ഷനും ക്യാരക്ടറിസ്റ്റിക്സും സോളാർ സെല്ലിൻ്റെ പറഞ്ഞു. പിന്നെ അതെന്താണ് റിക്വയർഡ് സീരീസ് പാരലൽ ഗ്രൂപ്പ് ഓഫ് സോളാർ സെല്ല് എങ്ങനെയാണ് പവർ നമുക്ക് ഒരു ഇത്ര പവറിൽ വർക്ക് ചെയ്യിക്കണമെങ്കിൽ എങ്ങനെയാണ് കണ്ടുപിടിക്കുക എന്നുള്ള കാര്യങ്ങളാണ് ചർച്ച ചെയ്തത്. സോളാർ സെല്ലിൻ്റെ വളരെ ചെറിയ രീതിയിൽ നമുക്ക് അത്രേ നമ്മളെ സിലബസിൽ പഠിക്കാനുള്ളൂ. അപ്പോൾ ആ വളരെ ചെറിയ രീതിയിൽ സോളാർ സെല്ലിനെ വിവരിച്ചതാണ്. എല്ലാവരും കേട്ട് മനസ്സിലാക്കി പഠിക്കുക. അപ്പോൾ നമ്മുടെ പിന്നെ സെൽസ് ആൻഡ് ബാറ്ററി എന്ന് പറഞ്ഞ ചാപ്റ്റർ ഇതോടുകൂടി എൻഡാണ് അവസാനിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും സെൽസ് ആൻഡ് ബാറ്ററീസും ഉള്ള എല്ലാ ക്ലാസ്സുകളും കേട്ട് പിന്നെ പ്രത്യേകിച്ച് സെക്കൻഡറി സെൽസ് അത് നമുക്ക് എപ്പോഴും ആവശ്യമുള്ളതാണ്. അത് പഠിച്ച് എല്ലാവരും മനസ്സിലാക്കി പഠിക്കുക. അപ്പോൾ എല്ലാവർക്കും നന്ദി.